റൂം ആൻഡ് ടേബിൾ മേക്ക് ഓവർ പാർട്ട് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല ഒരു പഴയ ബൾബ് എടുത്തുകൊണ്ട് വരാം. ഞാനിത് ഓൾറെഡി രണ്ടായിട്ട് മാറ്റിയിട്ട് അത് വാഷ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ പോർഷൻ ഇപ്പോൾ ആവശ്യമില്ല, ഇതിൻ്റെ മുകളിലത്തെ പോർഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമുക്കിതിൽ മൊത്തമായിട്ട് റെഡ് കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു കോട്ട് വേണമെങ്കിൽ ഒരു കോട്ട്, അല്ലെങ്കിൽ 2 കോട്ട് വേണമെങ്കിൽ 2 കോട്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഒറ്റ കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഇതിൻ്റെ താഴത്തെ പോർഷൻ എടുത്തിട്ട് നമ്മുടെ വൈറ്റും പിങ്ക് പിന്നെ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് കളർ ഉണ്ടാക്കിയിട്ട് അതാണ് അടിച്ചു കൊടുക്കുന്നത്. എന്നതിന് ശേഷം അതിലൊരു ചെറിയൊരു പോർഷൻ എൻ്റെ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. അതിൽ ഗ്രാസ് പോലെ നമ്മൾ ഗ്രീൻ കളർ കൊണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ മുകളിൽ ബേബി പിങ്ക് കൊണ്ട് നമ്മളൊരു എന്താ പറയുക ഫ്ലവേഴ്സും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ നോർമൽ ബോട്ടിലിൻ്റെ ഒക്കെ അടപ്പ് വെച്ചിട്ട് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടൊന്ന് റെഡിയാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. എന്നിട്ട് നമ്മുടെ മുകളിലെ ആ പോർഷൻ, ബൾബിൻ്റെ ആ ഒരു റെഡ് കളർ പെയിൻ്റ് അടിച്ച പോർഷൻ എടുത്തിട്ട് അവിടെ റൗണ്ടിൽ നമ്മളിങ്ങനെ പെയിൻറ്റ് കൊണ്ട് തന്നെ നമ്മൾ റൗണ്ടിലിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വരയ്ക്കുന്നുണ്ട്. എൻ്റെ പെയിൻറ്റിങ് ബ്രഷ് കുറച്ച് വലുതായതുകൊണ്ടാണ് ഇങ്ങനെ ഇറഗുലറായിട്ട് കിടക്കുന്നത്. അല്ലാത്തതാണെങ്കിൽ നല്ല രീതിക്ക് വരും കേട്ടോ. എന്നിട്ട് നിങ്ങൾ നൈസായിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഇതെടുത്തിട്ട് നമ്മുടെ താഴത്തെ ബൾബിൻ്റെ പോർഷനിൽ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യൂട്ടായിട്ടുള്ള മഷ്റൂം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ടേബിളിലൊക്കെ വെച്ചാൽ ഭയങ്കര ക്യൂട്ട് ലുക്കാണ് കേട്ടോ നമുക്കിത് കിട്ടുക. ഒരു പോസിറ്റീവ് ഫീലും ഒരു പോസിറ്റീവ് വൈബൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഔട്ട്ലുക്ക് അവസാനത്തെ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.